ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ഏകാദശി, വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയും. പല ക്ഷേത്രങ്ങളിൽ ഇന്ന് നടക്കുന്നു, ചില ക്ഷേത്രങ്ങളിൽ നാളെയാണ്. എന്തായാലും ഏകാദശി ദിവസമായിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ച് ഗുരുവായൂരപ്പന് അനുഗ്രഹം തേടി ഒരു ചെറിയ ഗാനം. മധുര ഗോകുല ലീലകളാടും ഗുരുവായൂരപ്പ, നിന്റെ മധുരാതരം ചേരും മണിമുരളികയിൽ അലിയാത്തവരില്ല, ഭക്തി നിറയാത്തവരില്ല. നിന്റെ മധുരാധരം ചേരും മണിമുരളികയിൽ അലിയാത്തവരില്ല, ഭക്തി നിറയാത്തവരില്ല. കാർമുകിൽ വർണ്ണനാം കരുണാമയൻ്റെ ലീലാവിലാസങ്ങൾ തിരുനടയിൽ, കാർമുകിൽ വർണ്ണനാം കരുണാമയൻ്റെ ലീലാവിലാസങ്ങൾ തിരുനടയിൽ, ആയിരം ഭാവത്തിൽ ആയിരം വേഷത്തിൽ ആയിരം രൂപത്തിൽ വിളങ്ങുന്നു ഗുരുവായൂരാകും തിരുനടയിൽ. ആയിരം ഭാവത്തിൽ ആയിരം വേഷത്തിൽ ആയിരം രൂപത്തിൽ വിളങ്ങുന്നു ഗുരുവായൂരാകും തിരുനടയിൽ. മധുര ഗോകുല ലീലകളാടും ഗുരുവായൂരപ്പ, ഓടക്കുഴലുമായി ഓരോ മനസ്സിൻ്റെ തേർത്തട്ടിലിരിക്കുന്ന സാരഥി നീ, ഓടക്കുഴലുമായി ഓരോ മനസ്സിൻ്റെ തേർത്തട്ടിലിരിക്കുന്ന സാരഥി നീ, പൂന്താനത്തിനും വിൽവമംഗലത്തിനും പൂന്താനത്തിനും വിൽവമംഗലത്തിനും മേൽപ്പത്തൂരിനും കൂരൂരമ്മയ്ക്കും, പൂന്താനത്തിനും വിൽവമംഗലത്തിനും മേൽപ്പത്തൂരിനും കൂരൂരമ്മയ്ക്കും ദർശനം നൽകിയ മുരളി മോഹനരൂപം, ദർശനം നൽകിയ മുരളി മോഹനരൂപം കാണുമാറാകണം ശ്രീകൃഷ്ണ. ദർശനം നൽകിയ മുരളി മോഹനരൂപം കാണുമാറാകണം ശ്രീകൃഷ്ണ. മധുര ഗോകുല ലീലകളാടും ഗുരുവായൂരപ്പ. പ്രേക്ഷകരോടും ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോടും ഇത് കാണുന്ന എല്ലാവരോടും ഒരപേക്ഷയുണ്ട്. ഈ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങി വച്ചിട്ട് ഈ പുല്ലാങ്കുഴലിനെ എടുത്തു മാറ്റി വയ്ക്കുന്ന ഒരു സമ്പ്രദായം പല വീടുകളിലും കാണുന്നുണ്ട്. അബദ്ധമായ ആരോ പ്രചരിച്ചതാണ് പുല്ലാങ്കുഴൽ വെച്ചാൽ വീട് ഊതിപ്പോകും. നാം തൊഴുന്ന, നമ്മളെ രക്ഷിക്കുന്ന ഗുരുവായൂരപ്പൻ ഒരിക്കലും നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ എന്നല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ദൂഷ്യമായ ഒരു കാര്യം ഭഗവൻ്റെ സന്നിധിയിൽ നിന്നും കിട്ടത്തില്ല.
നമ്മുടെ വീടിനെ ഊതിക്കളയുന്ന ഒരു ദൈവത്തെ നമ്മൾ ദൈവമായിട്ട് കൊണ്ടാടേണ്ട കാര്യമുണ്ടോ? എന്തൊരു അബദ്ധമാണത്. പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് ഭഗവാന്റെ കൃഷ്ണൻ്റെ ഒരു അംഗമാണ്. മധുരാഗോകുല ലീലകളാടും ഗുരുവായൂരപ്പൻ നിൻ്റെ മധുരാതരം ചേരും മണിമുരളിയിൽ അലിയാത്തവരില്ല എന്നല്ലേ പാടുന്നത്. അതുകൊണ്ട് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ഒന്നുകിൽ അങ്ങനെ ഉള്ള ഒരു അജ്ഞാനമുള്ളവർ, അന്ധവിശ്വാസമുള്ളവർ അങ്ങനെ പുല്ലാങ്കുഴൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുള്ള കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കാതിരിക്കുക. അല്ലെങ്കിൽ സാധാരണ നിൽക്കുന്ന കൃഷ്ണനോ ഡാൻസ് ആടുന്ന കൃഷ്ണനോ ഒരുപാടുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും ഞാൻ ഗുരുവായൂരിൽ കണ്ടിട്ടുള്ളത് പുല്ലാങ്കുഴൽ അതിലൂടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. ഒരിക്കലും കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും പുല്ലാങ്കുഴൽ പിടിച്ചു മാറ്റരുത്. അത് ഒരിക്കലും കൃഷ്ണന് വളരെ സങ്കടം ഉണ്ടാകുന്ന കാര്യമാണത്. കുട്ടികളോട് പറയുന്ന പോലെ പറഞ്ഞാൽ കൃഷ്ണന് സങ്കടമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഭഗവാന്റെ ഒരു അംഗമാണത് പുല്ലാങ്കുഴൽ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അടയാളമാണ്. പുല്ലാങ്കുഴലിനെ എടുത്തു വച്ചിട്ട് കൃഷ്ണനെ ആരാധിക്കുന്നത് ശരിയായ രീതിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ പുല്ലാങ്കുഴലിനെ വീണ്ടും അവിടെ തന്നെ തിരിച്ചു വയ്ക്കുക. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവേ ജനാഹ സുഖിനോ ഭവന്തു.